മോശമായി പോയിട്ടോ. എന്താ നീ ഇങ്ങനെ പറയണേ? ഞാൻ മനഃപൂർവ്വം പോയതാണോ? കൊണ്ട് അബദ്ധത്തിൽ തല വെച്ചല്ലേ. ഇങ്ങനെയല്ലാണ്ട് ഞാൻ പിന്നെ എങ്ങനെ പറയണ്ടേ? നീ ഒന്ന് ഞാൻ നിന്നെ എത്ര തവണ വിളിച്ചിട്ട് ഒരു 2 മിനിറ്റ് നീ എനിക്ക് ഒന്ന് തന്നിരുന്നെങ്കിൽ ഇതിപ്പോ ഇങ്ങനത്തെ വിഷയം ഉണ്ടാവുമായിരുന്നു. പിന്നെ അവിടെ കോമൺ ബാത്റൂം ഇല്ലായിരുന്നോ? കോമൺ ബാത്റൂം ഞാൻ നോക്കുമ്പോ 2 ഡോറും അടഞ്ഞിരിക്കുക. ഞാൻ പിന്നെ പണ്ടാരായപ്പോൾ ഇല്ലല്ലോ എന്ന് വിചാരിച്ചു കൊണ്ട് തല വെച്ചാ നോക്കുമ്പോ കാട്ടുമാക്കാൻ മറിക്കാനകത്തിരിക്കുന്നു. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, നമ്മളെ ഇവിടെ ഇറക്കി വിടും എന്ന് തന്നെ ചിന്തിച്ചോ. അവൻ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പാടില്ല. നിക്കത്തില്ല. അത് മാത്രമല്ല, അങ്കിള് പറഞ്ഞു വിടുന്നതിന് തൊട്ട് മുമ്പ് വരെ അങ്കിൾ അവനെ പേടിപ്പിച്ച് പോലീസിൽ പറഞ്ഞു വിടും, പിന്നെ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുക്കും, പിന്നെ അങ്ങനത്തെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവനെ വരട്ടണം. അത് നമുക്ക് ചെയ്യോ? ക്ലാരടുത്ത് ചോദിക്കണം. എന്റെ അങ്കിൾ എന്തോന്നാ ഈ പറയണേ? അല്ലെങ്കിൽ വേണ്ട, ചോദിച്ചിട്ട് അവളെ പേരില്ല. അത് ശരിയാണ്. അപ്പോ പേടിയുണ്ടല്ലേ? പേടിച്ചിട്ടൊന്നും അല്ല, പിന്നെ നമുക്ക് ഒരു തട്ടിക്കലാകുമ്പോ തട്ടിമുട്ടിന്നിരിക്കല്ലോ, അതുകൊണ്ടാ. അതെ അധികം വിക്കണ്ട. അങ്കിൾ അവിടെ പോയിട്ടേ ക്ലാരാന്റിയോട് ചോദിച്ചിട്ട് ഒരു തീരുമാനത്തിലെത്ത്. എടുക്കുന്ന തീരുമാനം അവനെ ഇവിടുന്ന് പുറത്ത് ചാടിക്കണം എന്നുള്ളത് തന്നെ ആയിരിക്കണം. ഓക്കെ? അതൊന്നും ഞാൻ മാറത്തില്ല. എന്നാ പൊക്കോ. ഞാൻ ക്ലാരിയായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. ശരി, ഓ ഞാൻ പോയിട്ട് വിളിക്കാം. നല്ല നടക്കോ ഇയാളെ കൊണ്ട്? കുമ്പച്ചൂടിൻ്റെയാ. തേങ്ങ എല്ലാം വാടി നിൽക്കുക. ഇടാൻ ആളെ വിളിച്ചിട്ടും മഞ്ഞില്ല. എന്നെ അവിടെ ബഹളം കേൾക്കുന്നത്. അവനെ ഇനി ഒന്നുകൂടെ വിളിക്കണം, അല്ലേ പിന്നെ ഇത്. ക്ലാരേ, അകത്തെന്താ ബഹളം കേൾക്കുന്നത്? അത് പറയാനാണ് ഞാൻ വന്നത്. നീ ഇവിടെ 2 ഇളവന്മാർ ഇല്ലേ, അത് താമസിക്കുന്നില്ലേ? ആഭാസന്മാര്. നിങ്ങളെന്താ വർത്താനായി പറയും? അവൻ ചെയ്ത കാര്യം വല്ല നീ അറിയുന്നുണ്ടോ? പറയാണ്ട് എങ്ങനെ അറിയുന്ന? പറയ്. അവൻ നമ്മളെ കുളിക്കുന്ന ബാത്റൂമിൻ്റെ കയറി വന്നിരിക്കുന്നു. പിന്നെ ഞാൻ കുളിച്ചോണ്ട് നിൽക്കുമ്പോ നിങ്ങളെന്താ അതിന്റെ കുറ്റി ഇടാതെയാണോ കുളിക്കുന്നത്? ഞാനതങ്ങ് വിട്ടുപോയി, ആരും ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്ത്, എന്നെ കണ്ടതോ? നിങ്ങൾ കുളിക്കാൻ കയറിയപ്പോ കുറ്റി ഇടാത്തത് അവരുടെ കുറ്റമാണോ? അത് ഞാനല്ലായിരുന്നെങ്കിലോ എന്ത് ചെയ്യുമായിരുന്നു? ഞങ്ങൾ കയറി അങ്ങനെ കുറ്റി ഇടാതെ കുളിക്കത്തില്ല. അവന് എങ്ങനെയുള്ളവനാന്ന് ആർക്കറിയാം? നിനക്ക് അവനെ ഇതിനു മുന്നേ അറിയോ? എന്തേ നിങ്ങളെ കയറി പിടിച്ചോ? എന്നെ പിടിക്കണ്ട, അവൻ കണ്ടല്ല. കാണിക്കാന്നായിട്ട് നിന്ന് കൊടുത്തിട്ട് അവന്റെ കയ്യിൽ മൊബൈലൊക്കെ ഉള്ള അവൻ ഇനി എന്തൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് ആർക്കറിയാം? അതല്ല, ഇത് അവര് വേറൊരു റോപ്പിലെടുത്തേക്കുന്ന, മനസ്സിലായ? അവര് മറ്റേ ആ പുള്ളി ഇത്തിരി ഭ്രാന്തനാണല്ലോ, ആ പുള്ളി എടുത്തിരിക്കുന്നത് ഇത് മറ്റേ ഈ പെണ്ണുങ്ങളായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ നീ ഒരു വൃത്തികെട്ടവനാണ് അതെ എന്ന് സ്ഥാപിക്കാൻ. സത്യം പറഞ്ഞ് ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു. അത് ശരി. ഞാൻ വന്നിട്ടാണ് ഈ പ്രശ്നം മൊത്തം നിനക്കുണ്ടായത്. നീ വന്നിട്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. നിങ്ങൾക്ക് എന്താ മനുഷ്യ സത്യം പറഞ്ഞ? നമ്മുടെ ബാത്റൂമിൽ എന്തിനാ അവൻ കയറുന്നത്? അവനെന്തോ മുട്ടിയിട്ടുണ്ടെന്ന് അങ്ങനെ ഓടി വന്നതാണെന്ന് അവൻ പറഞ്ഞതാണ് എൻ്റെ അടുത്ത്. ഇപ്പൊ ഞാൻ എന്തോ വേണമെന്നാ? ഇന്ന് 2-1 തീരുമാനിക്കണം. ഒന്നില്ലെങ്കിൽ അവൻ, ഇല്ലെങ്കിൽ ഞാൻ. എന്തേ പറഞ്ഞു വിടണമായിരിക്കും. നീ വന്ന് അവന്മാരെ പെട്ടിയും കിടക്കരുത് പറഞ്ഞേച്ചോ. അതിന് മുന്നേ അവൻ്റെ മൊബൈൽ ഒന്ന് പരിശോധിക്കുന്നത് നന്നായി. നമുക്ക് സൈബർ സെല്ലിൽ ഒരു കേസ് കൊടുക്കാം. ഇതിപ്പോ ആകെ പുലിവാലായല്ലോ. അതാ ഞാൻ പറഞ്ഞത്. ബാ, എന്താണെന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കണം. എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാഞ്ഞിട്ടല്ലല്ലോ. എൻ്റെ സിറ്റുവേഷൻ നീ ഒന്ന് മനസ്സിലാക്കി നോക്കിയേ. ഇവിടെ മമ്മൂട്ടിയുടെ പടത്തിന്റെ ഓഡീഷനാണ് എനിക്ക് ക്യാൻസൽ ആവുന്നത്. എടാ, നീ എൻ്റെ അവസ്ഥ നിനക്കറിയാമല്ലോ. നീ അവരിനി കൈവിടില്ലേ? ക്ലാരാൻഡി മക്കളെ, സത്യത്തിൽ ശരിക്കും എന്താ സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കൊരു മമ്മൂട്ടിയുടെ പടത്തിൻ്റെ ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ബാത്റൂമിലായിരുന്നു, ടോയ്ലറ്റിലായിരുന്നു. അപ്പം ഇവൻ അർജൻറ്റായിട്ട് വന്നപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞിടാ വേറെ ഏതെങ്കിലും ബാത്റൂമിൽ പോകും. പക്ഷെ അവൻ പോയത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാത്റൂമിലായിരുന്നു. അപ്പം പുള്ളി അവിടെ കുളിച്ചോണ്ടിരിക്കുമായിരുന്നു. അപ്പം ബാത്റൂമിൻ്റെ ലോക്കൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇവൻ പെട്ടെന്ന് കയറി ചെന്നപ്പോഴത്തേക്ക് പുള്ളി വേറെ എന്തൊക്കെയോ പറയുന്നത്. അതാണ് സംഭവിച്ചത്. അബദ്ധമാണെങ്കിലും ചെയ്തത് മോശമായ ഒരു കാര്യമാണ്. ഒന്നുമില്ലെങ്കിലും പ്രായമായ 2 പെൺകുട്ടികളുള്ള വീടല്ലേ ഇത്? കുട്ടി അതെ അതെ. അതല്ല, അതിപ്പം ക്ഷമിക്കാൻ പറ്റിയ. എനിക്ക് ക്ഷമിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പറ്റത്തില്ല. അല്ല, അങ്ങനെ പറയാനും മാത്രം ഞാൻ
ഇല്ല. ഇതിപ്പോ ഇവര് രണ്ടുപേരും അമ്പേലും വില്ല അല്ല ഇപ്പൊ എനിക്ക് നിങ്ങൾ ഇവിടുന്ന് പോണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇച്ചായ സമ്മതിക്കാത്ത സ്ഥിതിക്ക് ഞാൻ സമ്മതിക്കത്തില്ല. ഉണ്ടോ? ആഭാസം കാണിച്ച് ഇവിടെ തന്നെ നിൽക്കുക. ബാത്റൂമിൽ പോകുന്നൊരു ആഭാസമാണ് വേണ്ടി. ബാത്റൂമിൽ പോകുന്നത് ആവാസമല്ല, പക്ഷെ ഒരാൾ അതിനകത്ത് നിൽക്കുമ്പോൾ ഓടിച്ചെന്ന് കയറുക എന്ന് പറയുന്നത് ഒരു ആഭാസത്തിന് അവൻ അറിയാതെ പറ്റിയതല്ലേ, അവൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യും. അവൻ അറിയാതെ ഇത് പറ്റി, അപ്പൊ അവൻ അറിഞ്ഞുകൊണ്ട് എന്തൊക്കെ ചെയ്യും. അവൻ അറിഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്യാൻ പോണില്ല, ഇത് അറിയാതെ പറ്റിയത്. നല്ല ജീവമാനെ. ഇതിപ്പോ ഇച്ചായനായതുകൊണ്ട് കുഴപ്പമില്ല. നേരെ മറിച്ച് ഇങ്ങനത്തെ സ്ഥാനത്ത് ഞാനോ നിത്യമോളോ ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ആ പെറുക്കിവർക്കച്ചൻ ശരിക്കും പറഞ്ഞു വിടുവോ? വേണ്ടായിരുന്നു. ഇത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്നു ഞാൻ വിചാരിച്ചില്ല. അവനെങ്ങാനും പോയാ ഞാൻ പിന്നെ ആരോട് ഇതിർക്ക് പ്രതികാരം ചെയ്യും? ഈശോയെ, ഇച്ചായം പറയുന്നതിന് എതിരായിട്ട് ഞാൻ എങ്ങനെയാ മക്കളെ നിൽക്കാം? അതുകൊണ്ട് നിന്റെ സെന്റി ഒന്നും ഇവിടെ വിലപ്പോവില്ല. ആന്റി, ആന്റി ഒന്നിങ്ങോട്ട് വരാവോ? ഞാൻ ദേ വരുന്നേ. ഇവിടെ നോക്ക്, നിന്റെ സാധന ജംഗമ വസ്തുക്കളൊക്കെ എടുത്തു വെച്ചോ. പിന്നെ നിന്റെ ബാഗ് നോക്കണം. പിന്നെ ഇവിടുത്തെ വല്ല മുന്തയോ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കും. അവനിനെ അയാൾ പുറത്താക്കുവോ? ആന്റി ഇടപെട്ടല്ലോ, ഇപ്പൊ എന്താ ചെയ്യാ? കർത്താവേ, ഈ പ്രോബ്ലം ഒന്ന് തീർത്തു തരണേ. ഞാൻ അടുത്ത ഞായറാഴ്ച കുർബാനയ്ക്ക് വരാവേ. എന്താ മോളെ കടന്ന് വിളിച്ചു കൂവുന്നേ? അതെ ആന്റി, അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാ ഞാൻ ഇത്രയൊന്നും പ്രശ്നമാവെന്ന് വിചാരിച്ചില്ല. ഞാൻ അവനെ ഒന്ന് വെറുതെ പേടിപ്പിക്കാൻ വിചാരിച്ചതാ. അവനെ പറഞ്ഞു വിടല്ലേ ആന്റി, പ്ലീസ്. നോക്ക്, വല്ല കാര്യം ഉണ്ടായിരുന്നു ഇച്ചായനെ ഇളക്കി അങ്ങ് വിടാനായിട്ട്? ഞാൻ പിന്നെ ഒരു ഓളത്തിന് അങ്ങോട്ട് ഓളത്തിന് ഇച്ചായൻ ഒറ്റ കാലം നിൽക്കുക അവരെ പറഞ്ഞു വിടണമെന്നും പറഞ്ഞോണ്ട്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എന്താ ചെയ്യേണ്ടത്? ആന്റിന് ഇച്ചായന് നല്ല പേടിയുണ്ട്. അങ്കിള് ആന്റി പറഞ്ഞ കേക്കും. നിന്റെ മൊബൈലിലൂടെ വെച്ചേക്ക്, അത് സൈബർ സെല്ലിലുണ്ട്. എന്നിട്ട് അവര് പരിശോധിച്ചിട്ട് മതി നിന്റെ പോക്കറ്റ്. അല്ലെ, ഒരാൾ ടോയ്ലറ്റിൽ പോകാൻ ഇതിലും അർജന്റായിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഇടയ്ക്ക് സൈബർ സെല്ലൊക്കെ ഇതിന്റെ ഇടയ്ക്ക് കുത്തിക്കേറ്റുന്നു. നിന്റെ അർജന്റൊക്കെ ശരിയാക്കി തരാം. ഇതൊന്നും അവളിങ്ങി വരട്ടെ. നോക്കട്ടെ എന്തായാലും വഴി ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ആ മനുഷ്യനാണ് കേക്കുമെന്ന് എനിക്കറിയത്തില്ല. നോക്കിയാ പോരാ, ആന്റിക്ക് തീരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഞാനേ മുറ്റത്ത് ഇന്റർലോക്ക് ഇടാനുള്ള പൈസ തരാം, പ്ലീസ് ആന്റി. പോണേ അവിടുന്ന്. നിന്റെ പൈസ കിട്ടിട്ട് വേണമല്ലോ എനിക്ക് ഇന്റർലോക്ക് ഇടാനായിട്ട്. ഇതെങ്ങനെ? ഞാൻ എന്തായാലും നോക്കട്ടെ, നീ പഠിക്കാതെ അവിടെ ഇരി. ആന്റിനെ കൊണ്ട് പറ്റും. ഭ്രാന്തന്റെ ശരി തീർന്നടാ. നീ വാ പറഞ്ഞു തീർന്ന നീയൊക്കെ തീർന്ന്. നീ പറ. മക്കളെ ക്ലാരാൻറ്റി, ഞങ്ങള് ഇപ്പം ആൻറ്റി എന്ത് പറഞ്ഞാലും ഞങ്ങളത് കേട്ടോളാം. ഞങ്ങൾക്ക് ഇപ്പം പോണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോകും. കാരണം ഇപ്പം എന്തായി നീ കേൾക്കണം. നീ പറ. ഞാനേ പുറത്തുപോയി ഇതിനെപ്പറ്റി വിശദമായിട്ട് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഉറച്ച തീരുമാനം ഞാൻ എടുത്തു. നിങ്ങൾ ഇവിടുന്ന് പോകേണ്ട കാര്യമില്ല. എന്താ നീ എന്തായി പറഞ്ഞത്? പോകണ്ടെന്ന് അത്ര തന്നെ. അതെ, മനുഷ്യനാകുമ്പോൾ ഒരു അബദ്ധമൊക്കെ പറ്റും. നമ്മൾ തന്നെ എത്രയോ പ്രാവശ്യം പണ്ട് ട്രെയിൻ മാറി കയറിയിരിക്കുന്നു, ബസ് മാറി കയറിയിരിക്കുന്നു. അതുപോലെ അവർ ആ നേരത്തെ വിഷമത്തിന് പെട്ടെന്ന് അങ്ങ് ടോയ്ലറ്റ് ഒന്ന് മാറി കയറിപ്പോയി. അത് ഇത്ര വലിയ ഭൂകമ്പ പ്രശ്നം ആക്കേണ്ട കാര്യമൊന്നുമില്ല. ബസ്സിൽ കയറുന്ന പോലെയാണോ ബാത്റൂമിൽ ഇടിച്ച് കയറുന്നത്? രണ്ടും അത്യാവശ്യം വരുമ്പോൾ ഒരുപോലെ തന്നെയാണ്. നിങ്ങൾ പോകണ്ട മക്കളെ, നിങ്ങൾ ഇവിടെ തന്നെ നിന്ന്. ആരാ ഇവിടുന്ന് ഇറക്കി വിടുന്നെന്ന് ഞാനൊന്ന് നോക്കട്ടെ. താങ്ക് യു ക്ലാര ആന്റി. അവളെ വശീകരിച്ചു. ശരിയായി തരണം. നിന്നൊക്കെ എനിക്ക് കിട്ടി. അതോ ഈ പുള്ളിയുടെ വട്ട ആ പുള്ളിക്കാരിയായിട്ട് അങ്ങ് തീർത്തോളൂ. ജസ്റ്റ് മിസ്. അല്ല, നിനക്ക് ഓഡീഷൻ വേണ്ടേ? നീ വെക്കോ. എന്റെ പൊന്നടാ, ഓഡീഷൻ 9 മണിക്കാ വെച്ചിരുന്നത്. ഇപ്പൊ 10 മണി കഴിഞ്ഞ സമയം. ഇനി ഓഡീഷന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഓടിയിടുന്ന പണി പോലും എനിക്ക് കിട്ടൂല. അതാ ഞാൻ എന്റെ കാര്യം നടത്തിക്കോട്ടെ. നിന്റെ കാര്യമെങ്കിൽ നീ സാധിക്ക് പോയിട്ട് പിടിച്ചു വെച്ചതല്ലേ ഇത്ര നേരം. ഒരു കഷ്ടമാണെന്ന് ആലോചിക്കണം.